സുഗമോ ദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിന്റെ മുന്നിൽ മാധവനും രാധികയും ശാരികയും ദേവികയും എല്ലാവരും ഒരേപോലെ അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മാധവൻ പറയുകയാണ്, എന്തായാലും വിവാഹമൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല മോനെ, കാരണം നന്ദമോൻ കാണാതെ ആയിരിക്കുകയാണ്, അവൻ വരാതെ നടക്കില്ല. അല്ല, മോൻ എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് കെവിനാണെങ്കിൽ ഇല്ല അങ്കിൾ, എനിക്കൊന്നും അറിയില്ല. ഓ, അങ്ങനെ ശാരിക പറയാണ്, അതൊക്കെ കെവിനേട്ടൻ കണ്ടെത്തിക്കോളും അല്ലേ കെവിനേട്ടാ, നന്ദേട്ടനെ കണ്ടെത്താൻ കെവിനേട്ടനും പരിശ്രമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ പറയാനുണ്ടോ, ഞാൻ എന്തായാലും അതിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കിപ്പോ നിലവിൽ ഒരു അറിവുമില്ലെന്നിങ്ങനെ കെവിൻ പറയുന്നു. അങ്ങനെ ശാരിക പറയാണ്, ശരി എല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലോ, എനിക്കിനി എന്റെ കെവിനേട്ടനോട് സംസാരിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്നിങ്ങനെ രാധിക പറയുകയാണ്. അമ്മേ സംസാരിച്ചോട്ടെ, അവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നീട് കെവിനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശാരികയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയം മാധവനാണെങ്കിൽ ദേവികയോട് പറയാണ്, അമ്മയുടെ അഭിനയം കുറച്ച് ഓവർ ആയിരുന്നില്ലേ മോളെ? എന്റെ അഭിനയമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എന്തായാലും അച്ഛ അവൻ നമ്മുടെ വലയിൽ വീണിട്ടുണ്ടെന്നങ്ങനെ ദേവി പറയുന്നു. ശേഷം കെവിൻ പോവാൻ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഇനിയിപ്പോ മമ്മിയോടും പപ്പയോടൊക്കെ പറയണ്ടേ? പറയണം, എത്രയും പെട്ടെന്ന് തന്നെ പറയണം, എന്നിട്ട് നമ്മുടെ വിവാഹം നടത്തണം. എനിക്ക് പിന്നെ കെവിനേട്ടൻ പോയിക്കോ. എനിക്കിപ്പോൾ ദേവിയുടെ മുഖം നോക്കാനൊക്കെ ഒരു ചമ്മലാണെന്നൊക്കെ കെവിൻ പറയുന്നു. അങ്ങനെ കെവിൻ പോയതിനു ശേഷം ശാരികയും ദേവിക്കും പറയുന്നുണ്ട്, അവൻ നമ്മുടെ വലയിൽ പൂർണ്ണമായിട്ടും വീണല്ലോ മോളെ, അവനൊരു സംശയമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, അവൻ എന്നെ വിവാഹം കഴിക്കുന്നതും സ്വപ്നം കണ്ടിരിക്കുകയാണ്. അവനിപ്പൊ കഴിച്ചു കൊടുക്കാം എന്നൊക്കെ ദേവിക പറയുന്നു. അങ്ങനെ ഹരിവക്കീലും സിദ്ധാർത്ഥനും തമ്മിൽ സംസാരിക്കുകയാണ്. ശാരികയും ദേവികയും മിടിമിടുക്കികളായിട്ടുള്ള കുട്ടികളാണ്. ശാരിക റിസ്ക് എടുത്തിട്ടാണ് ഇത്രത്തോളം കാര്യങ്ങൾ എത്തിച്ചതെന്ന് പറയുമ്പോൾ അതെ, സ്വന്തം ചേച്ചിക്ക് വേണ്ടി അവൾ ഏതറ്റം വരെയും പോകും. എന്നിട്ട് സിദ്ധാർത്ഥനോട് ഹരിയങ്കൾ പറയുന്നുണ്ട്, ദേ നോക്ക്, നീ വിഷമിക്കാതിരിക്കെ, നന്ദന്റെ കാര്യം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയുള്ളൂ, അവൻ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുമെന്നൊക്കെ പറയുമ്പോൾ എന്നാലും അവനെക്കുറിച്ച് യാതൊരു സൂചനയില്ലല്ലോ. ദേ, ഋഷി മരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സത്യമായിട്ട് വന്നില്ലേ, അതുപോലെ തന്നെ ആരോഗ്യവാനായിട്ട് നന്ദൻ തിരിച്ചു വരും, നീ എന്നെ വിശ്വസിക്കുക എന്നൊക്കെ ഹരി പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ കുറച്ച് ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ദേവികയും ശാരികയും ചേർന്ന് കെവിനെ ഒരു കുരങ്ങ് കളിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കെവിൻ വിളിക്കുന്ന സമയത്ത് ദേ ചേച്ചി, എന്റെ കാമുകൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശാരിയാണെങ്കിൽ ലൗഡ് സ്പീക്കർ ഇടുകയാണ്. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതെ, ഇത്ര പെട്ടെന്ന് ഇതൊക്കെ പൊളിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല കേട്ടോ. അത് പിന്നെ എനിക്ക് കെവിനായിട്ടില്ലാതെ പറ്റില്ല. ഇവിടെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വന്നാൽ കെവിനായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഞാനെന്താ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അല്ല കെവിനേട്ടാ, നമ്മുടെ വിവാഹകാര്യത്തെ കുറിച്ച് കെവിനേട്ടന്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കണ്ടേ? ഇസബella കെവിനേട്ടന്റെ ഫ്രണ്ട് അല്ലേ? ആ, ഫ്രണ്ടൊക്കെ തന്നെയാണ്, പക്ഷെ അടുത്ത ഫ്രണ്ട് ഒന്നല്ലെന്നിങ്ങനെ കെവിൻ പറയും. ഓ, അടുത്ത ഫ്രണ്ട് അല്ലേ? പക്ഷെ ദേവിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ നല്ല കട്ട കമ്പനിയാണ്, ചന്ദ്രോത്ത് വീട്ടിലേക്ക് ഒപ്പം പോവാറുള്ളതെന്ന്. എന്നിട്ട് എന്താ പെട്ടെന്ന് അടുത്ത കമ്പനിയല്ല എന്നൊക്കെ പറയുന്നത്? അല്ല, കമ്പനിയാണ്, ഒരു കയ്യകലത്തിൽ എപ്പോഴും നിർത്തും. എന്തായാലും കെവിനേട്ടാ, നന്ദേട്ടനെ കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കണം കേട്ടോ. പിന്നെ ഇനി ഒരു രഹസ്യങ്ങളും എന്നോട് മറച്ചു വെക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ശാരിമോളെ, നീ എൻ്റെ എല്ലാമാണ്, നിന്നോട് മാത്രമേ ഞാൻ എല്ലാം തുറന്നു പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഫോൺ വെക്കുന്നു. ശാരി, അവൻ ഉറപ്പായിട്ടും നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നന്ദുവിന്റെ പുറകെ പോകുമെന്നിങ്ങനെ ദേവിക പറയുമ്പോൾ അതെ ചേച്ചി, അത് തന്നെയാണല്ലോ നമുക്കും വേണ്ടത്. ചേച്ചി, ഇനി നമുക്ക് മറ്റു രണ്ടുപേരെയും കൂടി കൂട്ടണ്ടേ? ഐസക്കിനെയും ഇസബല്ലയെയും വേണ്ടടി, എല്ലാവരെയും കൂട്ടി തെളിവ് സഹിതം നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം നിയമത്തിന് മുന്നിലല്ലേ ചേച്ചി, നമ്മുടെ മുന്നിൽ അവർ ഉത്തരം പറയണം, എന്നിട്ട് മതിയെന്ന് പറയണം. എനിക്ക് പിന്നെ ഞാൻ ആദ്യത്തെ നീക്കം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ ദേവികയാണെങ്കിൽ മുരളിയെ വിളിക്കുകയാണ്. മുരളിയേട്ടാ, ഇന്ന് ലീവ് എടുത്തോ, ഞാൻ തന്നെ സ്വന്തമായിട്ട് വണ്ടി എടുത്തു. അതെന്താ ദേവി, ഞാൻ വരണ്ടേ? അങ്ങനെയില്ല മുരളിയേട്ടാ, ഇന്നേ ഗൗരിക്കൊപ്പവും അമ്മയ്ക്കൊപ്പൊക്കെ തന്നെ ചെലവഴിക്കുക, ഇടയ്ക്ക് ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് നല്ലതല്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഇടം വരെ പോകാനുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ മുരളി ഫോൺ വെച്ചതിന് ശേഷം നോക്കുന്ന സമയത്ത് പ്രകാശ് ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നതാണ് കാണുന്നത്. പ്രകാശ് വന്നോടനെ മുരളി, എന്നെ മനസ്സിലായില്ലേ? ഓ, പിന്നെ എങ്ങനെ മനസ്സിലാവാതിരിക്കും, നീ അഭിനയ കുലപതിയല്ലേ, ഇപ്പൊ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി അഭിനയിച്ചുകൊണ്ടിരിക്കല്ലേ. ആദ്യം ചന്ദ്രത്ത് പോയി കൊലപാതകത്തിന്റെ ടിസ്റ്റ് ഇറക്കി, പിന്നെ ഗിരീഷേട്ടന്റെ വീട്ടിൽ പോയി നല്ല അനുകമ്പയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തിന്റെ പേരിലായാലും നീ ഇപ്പൊ ഇതിന് ഇങ്ങോട്ട് വന്നത്, ഇറങ്ങി പോടാ എന്നൊക്കെ പറയുമ്പോൾ മുരളി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നിന്റെ പുരാണൊന്നും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഗൗരിയാണെങ്കിൽ മുറ്റത്തെ എന്തോ സൗണ്ട് കേട്ട് അങ്ങോട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ പ്രകാശും നമ്മുടെ മുരളിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് കാണുന്നത്. മുരളിയേട്ടാ, എന്താ ഇത്? ഗൗരി, നീ മുരളിയുടെ ഭാര്യയല്ലേ? എന്താ നിനക്കറിയില്ലേ എന്നിങ്ങനെ മുരളി ചോദിക്കുന്നു.
ശേഷം അവർ തമ്മിൽ വാക്കുതർക്കത്തിലാവുന്നുണ്ട്. മുരളിയാണെങ്കിൽ പ്രകാശിനെ പിടിച്ച് തള്ളിയിടുകയാണ്. ഈ സമയം അവിടേക്ക് ഭാർഗവി വരികയാണ്. എന്താണ് നീ ചെയ്യുന്നത് അമ്മേ? ഇവന്റെ ഒരു നാടകവും വിശ്വസിക്കരുത്. ഇല്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുശേഷം എന്നെ ഇവിടെ നിന്നും തല്ലി ആട്ടി ഇറക്കിക്കോളെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എന്താണെന്ന് ചോദിക്കും. നന്ദൻ ഇപ്പോൾ ആപത്ത് പറ്റിയിരിക്കുകയാണ്. അതുപോലെ ഇനി നാളെ ദേവിക്ക് പറ്റിക്കൂടാന്നില്ല. അതുകൊണ്ട് തന്നെ ദേവികയുടെ ചുറ്റിലും ഒരു സുരക്ഷാ കവചം പോലെ മുരളി നീ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മുരളിക്കാണെങ്കിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. ഭാർഗവിയും ഗൗരിയും ആകെ ഷോക്കാവുന്നു. അതെ, ദേവിക്കും എന്തോ ഒരു ആപത്ത് സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്. കഴുകൻ കണ്ണുകൾ ദേവിയെയും വേട്ടയാടാൻ നടക്കുകയാണെന്നൊക്കെ പറയുകയാണ്. എന്തായാലും പ്രകാശിന്റെ അടുത്ത ലക്ഷ്യം അത് ദേവിയെ കടത്തി കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.